Hello friends, welcome to my channel CS Edu Corner. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് കമ്പ്യൂട്ടർ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ തൊട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വരെയുള്ള ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു ക്ലാസ്സിലായിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ തൊട്ട് കമ്പ്യൂട്ടർ ജനറേഷൻസ് വരെയുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കമ്പ്യൂട്ടർ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ക്യാൻ പ്രോസസ് ഡേറ്റ അക്കോർഡിംഗ് ടു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡഡ് ആൻഡ് ഗിവ്സ് ഡിസൈഡ് ഔട്ട്പുട്ട്. അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ജോലി. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വേഴ്സറ്റൈൽ ആണല്ലേ, അതിന് ഏതൊരു ജോലിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് ഡേറ്റ. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റോ ഫാക്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടേമാണ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോ ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വരാം. നമ്മുടെ ഒരു നെയിം ആണെങ്കിലും ഒരു ആൽഫബറ്റ് ആണെങ്കിലും ഒരു വാല്യൂ ആണെങ്കിലും എന്തിനേയും നമുക്ക് റോ ഫാക്റ്റിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ റോ ഫാക്റ്റിലെ ഫിഗേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡേറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റയെ നമ്മളൊരു യൂസ്ഫുൾ അല്ലെങ്കിൽ മീനിങ് ഫുൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇൻഫോർമേഷൻ എന്ന് പറയാം. ഡേറ്റയെ യൂസ്ഫുൾ അല്ലെങ്കിൽ മീനിങ് ഫുൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇൻഫോർമേഷൻ എന്ന് പറയാം. ഡേറ്റ എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും വേർഡ്സ് ആയിരിക്കും. പക്ഷേ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കംപ്ലീറ്റ് മീനിങ് ഉള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ, രാജു ഈസ് 9 years old. അതൊരു ഇൻഫോർമേഷൻ ആണല്ലേ, അതിനകത്തൊരു മീനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡേറ്റയെ ഇൻഫോർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിങ്. ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഡേറ്റയെ ഇൻഫോർമേഷനാക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ്. ഓക്കെ, ഇനി നമ്മൾ വേർഡ് ഫയലിനകത്ത് ഡെഫിനിഷൻ ഓഫ് ഇൻഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ലൈനിൽ നിന്നാണ്. വേർഡ് ഫയൽ ഡെഫിനിഷൻ ഓഫ് ഇൻഫോർമേഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം നെക്സ്റ്റ് ലൈൻ. അതുപോലെ തന്നെ കമ്പോസ്ഡ് ഫയലിലാണെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ഇൻഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം ലൈനിൽ തന്നെയായിരിക്കും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡേറ്റ ഡെഫിനീഷൻ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിനകത്തുള്ളത്. ഡേറ്റ എന്താണെന്ന് പറഞ്ഞു, ഇൻഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞു, വേർഡ് ഫയലും കമ്പോസ്ഡ് ഫയലിലും ഡേറ്റ എങ്ങനെയാണ് ഇൻഫോർമേഷൻ ഡെഫിനിഷൻ കൊടുക്കുന്നതെന്നും പറഞ്ഞു. ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് ഡേറ്റ ടു ഇൻഫോർമേഷനാണ്. നെക്സ്റ്റ്, ഫങ്ഷണൽ കമ്പോണൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അല്ലേ. ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോമ്പിനേഷനാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻറ്റ്സ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ കമ്പോണൻറ്റ്സ്, അതായത് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന പാർട്ടുകളാണ് ഫിസിക്കൽ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മദർ ബോർഡ്, അതുപോലെ തന്നെ മെമ്മറി ഡിവൈസ്, മോണിറ്റർ, കീബോർഡ്, ഇതെല്ലാം ഹാർഡ്വെയറിന് എക്സാമ്പിളാണ്. അതേസമയം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാമിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളൊരു പുതുതായിട്ടൊരു ഡിവൈസ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്നാലല്ലേ അത് വർക്ക് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത്. ഇനി അടുത്തത്, കമ്പ്യൂട്ടറിനകത്തൊരു ടാസ്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന എപ്പോഴും ഒരു സൈക്കിളാണ് ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ഇൻപുട്ട് കൊടുത്താൽ ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് തരും അല്ലേ. അത് 3 കാര്യങ്ങളല്ലേ നടക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നത് ആരാണ്ട്? ഇൻപുട്ട് യൂണിറ്റാണ്. അതുപോലെ തന്നെ പ്രോസസ്സിങ് ചെയ്യുന്നത് ആരാണ്? CPU അല്ലെങ്കിൽ പ്രോസസ്സറാണ് പ്രോസസ്സിങ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് തരുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് ആണല്ലേ. അപ്പോൾ മെമ്മറി യൂണിറ്റിൻ്റെ ജോലി എന്താ? മെമ്മറി യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ മെമ്മറി യൂണിറ്റിൻ്റെ ജോലി. അപ്പോൾ ഇതാണ് ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ. ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, മെമ്മറി ഉണ്ട്, CPU ഉണ്ട്. CPUവിനകത്ത് ALU, രജിസ്റ്റേഴ്സ്, കൺട്രോൾ യൂണിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിനകത്ത് ഉള്ളത്. ഇനി നമുക്ക് ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കമ്പ്യൂട്ടറുമായിട്ട് ഇൻപുട്ട് ഡിവൈസസിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷനെയാണ് ഒരു ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസ് വഴിയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂമന് മനസ്സിലാവുന്ന ഭാഷയാണ് അല്ലേ? നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബൈനറി ലാംഗ്വേജ് ആണ്. ആ ഒരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ഇൻപുട്ട് യൂണിറ്റിൻ്റെ ജോലി. ഓക്കെ, അപ്പം കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസുകളാണ്. നെക്സ്റ്റ് വൺ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അല്ലേ? നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഒരു ഇൻഫോർമേഷൻ എൻട്രി ചെയ്ത് കൊടുത്താൽ ഇൻപുട്ട് ഡിവൈസ് വഴി പ്രോസസ്സറിൻ്റെ ജോലിയാണ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത്. വൺസ് ഇൻഫോർമേഷൻ ഈസ് എൻറ്റേർഡ് ഇൻ ടു കമ്പ്യൂട്ടർ ബൈ ദ ഇൻപുട്ട് ഡിവൈസ്, പ്രോസസ്സർ പ്രോസസ്സസ് ഇറ്റ്. പ്രോസസ്സറാണ് ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സി പി യുവിനെയാണ് നമ്മൾ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സി പി യുവിനെ നമ്മൾ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത് ഈ സി പി യു ആണ്. അതുകൊണ്ടാണ് അതിനെ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സി പി യു ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്മോൾ ചിപ്പിലാണ്. അതുകൊണ്ട് അതിനെ മൈക്രോ പ്രോസസ്സർ എന്നും പറയും. ഓക്കെ, സി പി യു ഒരു സ്മോൾ ചിപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. സോ അതിനെ നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്നും പറയുന്നു. സി പി യു എന്താണ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ട് സി പി യു എന്ത് ചെയ്യും? ഈ ഇൻഫോർമേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? എന്നിട്ട് ഔട്ട്പുട്ടിനെ ഒന്നുകിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ തന്നെ. ഇൻഫോർമേഷനെ പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് മെമ്മറിയിൽ കൊണ്ടുവെക്കുകയോ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കുകയോ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് സി പി യു ചെയ്യുന്നത്. അപ്പോൾ സി പി യു എന്ന് പറയുന്നതാണ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത് സി പി യു ആണ്. സി പി യു ഒരു സ്മോൾ ചിപ്പിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അതിനെ മൈക്രോ പ്രോസസ്സർ എന്നും പറയും. ഇത് ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻപുട്ടിൽ നിന്ന് എടുത്തിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ നടത്തിയിട്ട് ഔട്ട്പുട്ടിനെ മെമ്മറിയിലോട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കുന്നത്. സി പി യുവിന് 3 മെയിൻ കമ്പോണൻസ് ഉണ്ട്: അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി രജിസ്റ്റേഴ്സ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALU. അത് പെർഫോം ചെയ്യുന്ന എന്തൊക്കെയാണ്? മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ ലോജിക്കൽ ഡിസിഷൻസ് ഒക്കെ നടക്കുന്നത് ഈ ALUവിലാണ്. അരിത്തമെറ്റിക് കാൽക്കുലേഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇത്രയും കാര്യങ്ങളും ALUവിനകത്ത് നടക്കുന്നതാണ്. അതുപോലെ ലോജിക്കൽ ഡിസിഷനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? കമ്പാരിസൺ ഓഫ് 2 ഡേറ്റ ഐറ്റം, സ്മോളർ ആണോ ലാർജർ ആണോ, അതുപോലെ തന്നെ ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പാരിസൺ എല്ലാം നടക്കുന്നത്. അതുപോലത്തെ ആക്ഷൻസ് എല്ലാം നടക്കുന്നത് ലോജിക്കൽ ഡിസിഷൻ അതിനകത്താണ്. ഓക്കെ, അപ്പോൾ ALUവിനകത്ത് ലോജിക്കലും അരിത്തമെറ്റിക്കലും ആയിട്ടുള്ള കാൽക്കുലേഷൻസും നടക്കും. അരിത്തമെറ്റിക് കാൽക്കുലേഷനകത്ത് എല്ലാ ഓപ്പറേഷൻസും നടക്കും. അതുപോലെ ലോജിക്കൽ ഡിസിഷനകത്ത് കമ്പാരിസണും നടക്കും. നെക്സ്റ്റ് വൺ, കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി പി യുവിനകത്തുള്ള ഡേറ്റ ഫ്ലോ, അതായത് അകത്തോട്ടാണോ സി പി യുവിനകത്തോട്ടാണോ അതുപോലെ തന്നെ പുറത്തോട്ടാണോ എന്നുള്ള ആ ഒരു ഡേറ്റ ഫ്ലോയെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അതുപോലെ ALUവിനകത്ത് ഓപ്പറേഷൻസ്, മെമ്മറി രജിസ്റ്റേഴ്സിനകത്തുള്ള ഓപ്പറേഷൻസ്, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സിൻ്റെ ഓപ്പറേഷൻസ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഒരു പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസും ക്യാരി ഔട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്നതും നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അത് റീഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ALU ഓപ്പറേഷൻ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിയുന്നവരെ കൺട്രോൾ സിഗ്നൽസ് ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിവൈസിന് കൊടുക്കുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ടിൽ നിന്നുള്ള എൻട്രി ചെയ്ത ഡേറ്റേനെ റിപ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ളത് കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലിയാണ്. അതുപോലെ നെക്സ്റ്റ് ഡേറ്റ ഇൻപുട്ട് ചെയ്യണമെന്ന് ഇൻപുട്ട് യൂണിറ്റിനെ അറിയിക്കുക എന്നുള്ളതും കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലിയാണ്. മനസ്സിലായോ? ഇതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ ALU ചെയ്ത് തീർന്നോ എന്ന് നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലിയാണ്. നെക്സ്റ്റ് വൺ, മെമ്മറി രജിസ്റ്റർ. സി പി യുവിലെ ടെമ്പററി യൂണിറ്റ് ഓഫ് മെമ്മറിയാണ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിനെ ഉപയോഗിക്കും. അതാണ് മെമ്മറി രജിസ്റ്ററിൻ്റെ ഉപയോഗം. മെമ്മറി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പല സൈസിലുണ്ട്. 16 ബിറ്റ് ഉണ്ട്, 32 ബിറ്റ് ഉണ്ട്, 64 ബിറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഓരോ രജിസ്റ്ററിനകത്തും CPU-ന് 14 സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. സ്റ്റോറിങ് ഡേറ്റ, സ്റ്റോറിങ് ഇൻസ്ട്രക്ഷൻ, സ്റ്റോറിങ് അഡ്രസ് ഓഫ് എ ലൊക്കേഷൻ ഇൻ മെമ്മറി, ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ആണ് ഓരോ രജിസ്റ്ററിനകത്തും ഉള്ളത്. അപ്പം യൂസർ രജിസ്റ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രോഗ്രാമറിന് ഓപ്പറാൻഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനും ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെയാണ് യൂസർ രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALUവിൻ്റെ ഒരു മെയിൻ രജിസ്റ്ററാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ACC എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ALU പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ ഓപ്പറാൻഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ അക്യുമുലേറ്ററിനകത്താണ്. ഓക്കെ, ALU പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ്റെ എല്ലാ ഓപ്പറാൻഡ്സിൻ്റെ അല്ല വൺ ഓഫ് ദി ഓപ്പറാൻഡ്സ് ഓഫ് ആൻ ഓപ്പറേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ അക്യുമുലേറ്ററിനകത്താണ്. ഓക്കെ, ഇനി അടുത്തത് മെമ്മറി. CPU-ൽ അറ്റാച്ച് ചെയ്തേക്കുന്ന മെമ്മറി സ്റ്റോറേജിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ മെമ്മറി. അവിടെ ഡേറ്റ ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിലാണ് ഡേറ്റേനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇൻറ്റേർണൽ മെമ്മറീനെ ഒരുപാട് സ്റ്റോറേജ് ലൊക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനകത്തും ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി എല്ലാ മെമ്മറി ലൊക്കേഷനും ഒരേ സൈസായിരിക്കും. അതുപോലെ ഓരോന്നിനും ഓരോ അഡ്രസ്സും കാണും. ഈ അഡ്രസ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കമ്പ്യൂട്ടർ ഏത് ഡേറ്റ ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് അവിടെ പോയി എടുത്തിട്ട് വരുന്നത്. അല്ലാതെ കംപ്ലീറ്റ് മെമ്മറി തിരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അഡ്രസ്സ് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി ഇൻറ്റേർണൽ മെമ്മറിയെ നമ്മൾ പ്രൈമറി മെമ്മറി എന്നും മെയിൻ മെമ്മറി എന്നും പറയും. പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്നും പറയും. ഒരു ടാസ്ക് പെർഫോം ചെയ്താൽ മെമ്മറി ആ ടാസ്കിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലിയാണ്. അതുപോലെ തന്നെ മെമ്മറി ടാസ്ക് കഴിയുമ്പോൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അടുത്ത ടാസ്കിന് വേണ്ടി ഒരുക്കി കൊടുക്കുക, ഇതെല്ലാം കൺട്രോൾ യൂണിറ്റിൻ്റെ ജോലിയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡേറ്റേനെ ആക്സസ് ചെയ്യുന്ന സമയവും മെമ്മറി ലൊക്കേഷനും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇൻറ്റേർണൽ മെമ്മറീനെ റാൻഡം ആക്സസ് മെമ്മറി എന്നും പറയും. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറി എന്നും പറയും. ഇനി പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ വോളറ്റൈലാണ്. എന്ന് വെച്ചാൽ എന്താണ്? പവർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റേനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഡേറ്റേനെ പെർമനൻ്റ് ആയിട്ട് മായ്ച്ചു കളയും. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു സെക്കൻഡറി സ്റ്റോറേജിൻ്റെ ആവശ്യമുണ്ട് അല്ലേ, പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ. പ്രൈമറി മെമ്മറി വോളറ്റൈലല്ലേ, കറണ്ട് പോകുമ്പോൾ എല്ലാം മാഞ്ഞു പോകും. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജിൻ്റെ ഡിവൈസിൻ്റെ എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പെൻ ഡ്രൈവ് എക്സെട്ര. ഓക്കെ, ഇനി അടുത്തത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് യൂണിറ്റിനകത്തെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട് അല്ലേ. ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബൈനറി ഡേറ്റ ഫോമിലായിരിക്കും അല്ലേ. അതിനെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഫോമിൽ മാറ്റുന്നത് ആണ് നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ജോലി. ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ എക്സാമ്പിളാണ് മോണിറ്റർ, പ്രിൻറ്റർ, പ്ലോട്ടർ എക്സെട്ര. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു കമ്പ്യൂട്ടർ, converts binary data coming from CPU to human understandable form. Common output devices are monitor, printer, plotter, etc. Next one, interconnection between functional components. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷണൽ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഈ ഫങ്ഷണൽ കമ്പോണൻറ്റ്സ് എല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് വേണം. ഈ കമ്മ്യൂണിക്കേഷൻ പാത്തിനെയാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കണക്ഷൻ ഓഫ് വയേഴ്സ് തന്നെയാണ്. ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടല്ലേ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഒരു കമ്പോണൻറ്റിൽ നിന്ന് അടുത്ത കമ്പോണൻറ്റിലോട്ട് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്ത് പോകണമെങ്കിൽ ഒരു ബസ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മെയിനായിട്ട് 3 ടൈപ്പ് ബസ്സസ് ഉണ്ട്. അഡ്രസ് ബസ്, ഡേറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. അഡ്രസ് ബസ് എന്താണ് ചെയ്യുന്നത്? ക്യാരീസ് അഡ്രസ് ലൊക്കേഷൻ ഓഫ് ഡേറ്റ ഓർ ഇൻസ്ട്രക്ഷൻ. ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് ലൊക്കേഷൻ ക്യാരി ചെയ്യുകയാണ് അഡ്രസ് ബസ്സിൻ്റെ ജോലി. അതുപോലെ തന്നെ ഡേറ്റ ബസ് എന്താണ് ചെയ്യുന്നത്? ഡേറ്റ ബസ് ക്യാരി ഡേറ്റ ഫ്രം വൺ കമ്പോണൻറ്റ് ടു അനദർ. കൺട്രോൾ ബസ് കൺട്രോൾ സിഗ്നൽസ് ക്യാരി ചെയ്യും. അപ്പോൾ അഡ്രസ് ബസ് അഡ്രസ്സ് ക്യാരി ചെയ്യും, ഡേറ്റ ബസ് ഡേറ്റ, കൺട്രോൾ ബസ് കൺട്രോൾ സിഗ്നൽസ്. ഇതെല്ലാം കൂടാതെ സിസ്റ്റത്തിനകത്തൊരു സിസ്റ്റം ബസ് ഉണ്ട്. എന്തുണ്ട്? സിസ്റ്റം ബസ്. സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ കോമൺ കമ്മ്യൂണിക്കേഷൻ പാത്താണ്.
അത് സി പി യുവിനകത്തോട്ടും പുറത്തോട്ടും സിഗ്നൽസ് ക്യാരി ചെയ്യും. അതുപോലെ മെയിൻ മെമ്മറിയിലോട്ടോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ടോ എല്ലാം സിഗ്നൽസ് ക്യാരി ചെയ്യും. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് സിസ്റ്റം ബസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കൺട്രോളർ സർക്യൂട്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ കൺട്രോളർ സർക്യൂട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. കോമൺ ബസ് ആർക്കിടെക്ചർ ഇതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ബസ്സസ് ഉണ്ട് അല്ലേ. ഇനി കോമൺ ആയിട്ടൊരു ബസ് ഉണ്ട്, അതിനെയാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. സി പി യു മെയിൻ മെമ്മറി എല്ലാം ഡയറക്റ്റായിട്ട് സിസ്റ്റം ബസ്സുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. പക്ഷേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒരു കൺട്രോളർ യൂണിറ്റ് വഴിയിട്ടാണ് സിസ്റ്റം ബസ്സുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ, കൺസെപ്റ്റ് ഓഫ് ബൂട്ടിംഗ്. അപ്പോൾ കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൂട്ട് പ്രോഗ്രാം എന്ത് ചെയ്യും, റോമിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരും. ഈ പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സി പി യു ആദ്യം എന്ത് ചെയ്യും, ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യും. എന്നിട്ട് അതിനെ ബയോസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ആദ്യം സി പി യു ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ റൺ ചെയ്തിട്ട് അതിനെ ബയോസിൽ കൊടുക്കും. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ബയോസ് അപ്പോൾ എന്ത് ചെയ്യും, ഒരു സെൽഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. എന്ന് വെച്ചാൽ പോസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ആ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. അതായത് കമ്പ്യൂട്ടറിനകത്തുള്ള ഡിവൈസുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, മെമ്മറി ടെസ്റ്റ്, കോൺഫിഗറിങ് ആൻഡ് സ്റ്റാർട്ടിങ് വീഡിയോ സർക്യൂട്ടറി, കോൺഫിഗറിങ് സിസ്റ്റംസ് ഹാർഡ്വെയർ, ചെക്കിങ് അതർ ഡിവൈസ് ദാറ്റ് ഹെൽപ്പ് ടു ഫങ്ഷൻ കമ്പ്യൂട്ടർ പ്രോപ്പർലി. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് പോസ്റ്റ് ചെയ്ത് നോക്കും ബയോസ്. അത് കഴിഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്യും, ഇനി എന്താണ് വേണ്ടുന്നത്, ശരിക്കും പറഞ്ഞാൽ ബൂട്ട് ഡിസ്ക് ഡ്രൈവിൽ, ബൂട്ടബിൾ ഡ്രൈവിൽ ഒരു ബൂട്ട് സെക്ടർ ഉണ്ട്. ആ ബൂട്ട് സെക്ടറിനകത്താണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാം ഇരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ OS ലോഡായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം, ബയോസ് ഇത്രയും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബയോസ് ബൂട്ടബിൾ ഡ്രൈവിനെ ലൊക്കേറ്റ് ചെയ്യും. എന്തിന്, ബൂട്ട് സെക്ടർ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എക്സിക്യൂഷൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാമിനകത്ത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, സി പി യു ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യും. എന്നിട്ട് ബയോസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് എക്സിക്യൂഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ബയോസ് അപ്പോൾ പോസ്റ്റ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ബയോസ് ബൂട്ട് സെക്ടർ ലോഡ് ചെയ്യാൻ ഒരു ബൂട്ടബിൾ ഡ്രൈവ് ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് എക്സിക്യൂഷൻ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബൂട്ട് സെക്ടറിലുള്ള ബൂട്ട് സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാം OSനെ ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ബൂട്ട് സെക്ടർ ഹാർഡ് ഡ്രൈവിലാണെങ്കിലോ, അപ്പോൾ എന്താണ് ചെയ്യുക, അതിനൊരു മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡ് കാണും. അവിടെ പോയി നോക്കും, പാർട്ടീഷൻ ടേബിളിൽ നോക്കും ആക്റ്റീവായിട്ടുള്ള പാർട്ടീഷൻ വല്ലതും ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്ത് ചെയ്യും, ഈ പാർട്ടീഷൻ ബൂട്ട് സെക്ടർ ലോഡ് ചെയ്യും. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ബൂട്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ബൂട്ടിംഗ് പ്രോസസ്സ്. ബൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, വാം ആൻഡ് കോൾഡ് ബൂട്ടിംഗ്. സിസ്റ്റം ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ നമ്മൾ കോൾഡ് ബൂട്ടിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പവർ സ്വിച്ച് ഓൺ ചെയ്ത് സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഉള്ള ആ ഒരു ബൂട്ടിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ കോൾഡ് ബൂട്ടിംഗ് അല്ലെങ്കിൽ ഹാർഡ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഓണായി വരുമ്പോൾ എല്ലാം ബൂട്ടിംഗ് പ്രോസസ്സ് ഓൺ ചെയ്ത് പറഞ്ഞു, പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ഇതെല്ലാം ചെയ്തിട്ട് പയ്യാണ് ഓണായി വരുന്നത് അല്ലേ. ഇനി വാം ബൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ബൂട്ടിംഗ് പ്രോസസ്സിനെയാണ് വാം ബൂട്ടിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ റീസെറ്റ് ബട്ടണിന് പ്രസ് ചെയ്യുമ്പോഴായിരിക്കും. അതുപോലെ തന്നെ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നല്ല ഇവിടെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളെല്ലാം കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഡേറ്റ ലോസ് അതുപോലെ തന്നെ സിസ്റ്റം ഡാമേജ് ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് ടെക്നോളജി ബേസ് ചെയ്ത് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിജിറ്റൽ, അനലോഗ് ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഡിജിറ്റൽ, അനലോഗ് ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് സിഗ്നൽസ് ഫോമിലാണ്. അതായത് നമ്മുടെ ഇൻഫർമേഷൻ ഡിജിറ്റൽ ടെക്നോളജിയിൽ ഡേറ്റയുടെ ഫോം എന്ന് പറഞ്ഞാൽ ലെറ്റർ, സിമ്പിൾ, നമ്പേഴ്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഇതിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈനറി ഫോമിലും ആയിരിക്കും, 0ഉം 1ഉം ആയിട്ടായിരിക്കും. അപ്പം ഡിജിറ്റലിനകത്ത്
ഡിജിറ്റൽ ടെക്നോളജി ഡേറ്റ എന്ന് പറഞ്ഞാൽ ലെറ്റർ, സിമ്പൽ അല്ലെ നമ്പേഴ്സിൻ്റെ ഫോമിലായിരിക്കും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന ബൈനറി ഫോമാണ്. ബൈനറി ഫോം എന്ന് പറഞ്ഞാൽ 0യും 1ഉം ആണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്ത് ബൈനറി ഡിജിറ്റ്സിനെ നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കറണ്ട് ഓർ വോൾട്ടേജിൻ്റെ ആബ്സെൻസ് ഓർ പ്രസൻസിനെ 1ഉം 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് കൗണ്ടിങ്ങും ആഡിങ് ഓപ്പറേഷനും വെച്ചിട്ടാണ് വഴിയാണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്ത് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് കൗണ്ടിങ് ആൻഡ് ആഡിങ് ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ഇനി ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ഇൻഡസ്ട്രിയൽ, ബിസിനസ്, സയൻറ്റിഫിക് ആപ്ലിക്കേഷനിലൊക്കെയാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ലാർജ് വോളിയം ഡേറ്റ പ്രോസസ്സിങ് പറ്റും. നെക്സ്റ്റ് വൺ അനലോഗ് കമ്പ്യൂട്ടർ. അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ചേഞ്ചാണ് ഇവിടെ അനലോഗ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അനലോഗ് കമ്പ്യൂട്ടറാണ് അല്ലേ. അതിനകത്ത് എന്താണ് ചെയ്യുന്നത്? മെർക്കുറി ലെവലിൻ്റെ ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ അറിയുന്നത് അല്ലേ. അതുപോലെ മെക്കാനിക്കൽ മോഷൻ, ഫ്ലൂയിഡ് പ്രഷർ, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഇതെല്ലാം വെച്ചിട്ട് അനലോഗ് കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഏതൊരു മെക്കാനിക്കൽ മോഷൻ വെച്ചിട്ടാണെങ്കിൽ ആ ഒരു മോഷൻ്റെ മെഷർമെൻറ്റ് റീഡ് ചെയ്തിട്ട്, അതുപോലെ ഫ്ലൂയിഡ് പ്രഷറും ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എല്ലാം ഫിസിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ചേഞ്ചസ് ആണ് നമ്മൾ അനലോഗ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഇനി സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് റിയൽ ടൈം എൻവയോൺമെൻറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സിമുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. എയർക്രാഫ്റ്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ആൻഡ് ഇലക്ട്രോണിക് നെറ്റ്വർക്കിലെല്ലാം ഉപയോഗിക്കുന്ന സിമുലേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ സിമുലേഷൻസിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് അനലോഗ് കമ്പ്യൂട്ടർ. പിന്നെ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറസി കുറവാണ് നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഹൈബ്രിഡ് കമ്പ്യൂട്ടറിന് ബോത്ത് അനലോഗ് ടെക്നോളജിയും ഡിജിറ്റൽ ടെക്നോളജിയും ഉണ്ട്. അതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡും ആക്യുറസി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ആക്യുറസി ആയിരിക്കും ഇതിനുണ്ടായിരിക്കുന്നത്. അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് പ്രോസസ്സിംഗ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അതുപോലെ ഡിജിറ്റൽ പാർട്ടിൻ്റെയോ ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടറിന് ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോംപ്ലെക്സ് സിമുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വഴി ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും സിമുലേഷൻസ് എക്സ്പെരിമെൻ്റ് നടത്തുന്നിടത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനെയാണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് കമ്പ്യൂട്ടർ എന്താണ്? ഇതൊരു ടൈപ്പ് ഓഫ് ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. മൈക്രോ പ്രോസസ്സർ എന്ന് വെച്ചാൽ എന്താ? ഒരു CPU സിംഗിൾ ചിപ്പിൽ വെച്ചേക്കുന്നതാണ്. ഇത് ഡെസ്ക്ടോപ്പും ഉണ്ട്, അതുപോലെ തന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളും ഉണ്ട്. സ്മോൾ വോളിയൂം ഓഫ് ഡേറ്റയിൽ ഇത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ വേഴ്സറ്റൈലാണ്, വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വർക്ക് സ്റ്റേഷനായിട്ട് CAD, മൾട്ടിമീഡിയ, അഡ്വർടൈസിങ് ആപ്ലിക്കേഷനിലെല്ലാം മൈക്രോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ ടാബ്ലറ്റ് വിത്ത് വയർലെസ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയൊക്കെ മൈക്രോ കമ്പ്യൂട്ടേഴ്സിൽ വരുന്നതാണ്. ഇതെല്ലാം ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, പോപ്പുലറായി കഴിഞ്ഞു. ഇനി അടുത്തത് മിനി കമ്പ്യൂട്ടറാണ്. ദീസ് കമ്പ്യൂട്ടർ സപ്പോർട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ് വർക്കിംഗ് സൈമൾട്ടേനിയസ്ലി ഓൺ സെയിം മെഷീൻ. ഒരു സമയത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരു മെഷീനകത്ത് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ്റർകണക്ട് ചെയ്തേക്കുന്ന ഓർഗനൈസേഷനിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് മിനി കമ്പ്യൂട്ടേഴ്സാണ്. സ്മോൾ ബിസിനസ് ഓർഗനൈസേഷനകത്താണ് മിനി കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. ഇനി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ലാർജാണ്, അതുപോലെ വെരി പവർഫുള്ളാണ്, മെമ്മറി കപ്പാസിറ്റി കൂടുതലാണ്. ഇതിന് ഹ്യൂജ് ഡാറ്റാബേസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ബാങ്കിലും ഇൻഡസ്ട്രിയിലും ഒക്കെയാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സിന് ഒരു നെറ്റ്വർക്കിൽ ഒരു സമയം സപ്പോർട്ട് ചെയ്യാൻ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിന് പറ്റും. ഇനി അടുത്തത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ്.
സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ആണ്, എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഴ്സ് ആണ്, എക്സിക്യൂട്ട് ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്, ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷനെ ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ മൾട്ടി പ്രോസസ്സർ, അതുപോലെ പാരലൽ സിസ്റ്റം സ്യൂട്ടബിൾ ഫോർ കോംപ്ലക്സ് സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഇൻവോൾവിങ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മാത്തമെറ്റിക്കൽ ആപ്ലിക്കേഷൻ സച്ച് ആസ് വെതർ ഫോർകാസ്റ്റിംഗ്. ഇവിടെയെല്ലാം നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ സൂപ്പർ കമ്പ്യൂട്ടർ ആൻഡ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, സൂപ്പർ കമ്പ്യൂട്ടറിന് ഫ്യൂവർ പ്രോഗ്രാംസ് ഫാസ്റ്റായിട്ട് ഏറ്റവും സ്പീഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനാണെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് കൺകറൻ്റ്ലി, അതായത് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. അതാണ് സൂപ്പർ കമ്പ്യൂട്ടറും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറും തമ്മിലുള്ള ഡിഫറൻസ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂപ്പർ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ഫ്യൂവർ പ്രോഗ്രാംസ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ, വേറാസ് മെയിൻ ഫ്രെയിം എക്സിക്യൂട്ട്സ് മെനി പ്രോഗ്രാംസ് കൺകറൻ്റ്ലി. അപ്പം 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ, മൈക്രോ കമ്പ്യൂട്ടർ, നമ്മുടെ ഇന്ന് യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ, ദേ ആർ ഓൾസോ നോൺ ആസ് പേഴ്സണൽ കമ്പ്യൂട്ടർ. This type of digital computer use microprocessors and include both desktop and laptop. They can work on small volume of data. They are versatile and can handle variety of applications. അതുപോലെ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ it can support multiple users working simultaneously on same machines. They are useful for small business organization. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്, വെരി പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ആണ് വിത്ത് വെരി ഹൈ മെമ്മറി കപ്പാസിറ്റി. ഇറ്റ് ക്യാൻ സപ്പോർട്ട് ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സ് സൈമിൾട്ടേനിയസ്ലി ഓൺ നെറ്റ്വർക്ക്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ ഫാസ്റ്റസ്റ്റ് ആൻഡ് വെരി എക്സ്പെൻസീവ് കമ്പ്യൂട്ടർ. ദേ ക്യാൻ എക്സിക്യൂട്ട് ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും പോർഷനാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചാപ്റ്റർ 2 പാർട്ടായിട്ട് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.